അസ്സലാമു അലൈക യാ നൂറസ്സബാഹി. ചരിത്രം എന്ന് അത് അറിയാന്നാലോ, ഉസ്താദ് പഞ്ഞ മൂസാ നബിന്റെ കഥ പഠിക്കും അല്ലേ? ചെറുക്കന്മാർക്ക് അതല്ലേ പറയാനുള്ള ട്രോളുള്ള തന്നെ അതാണ്. ഓരോ സാന്ദർഭികമായി അതത് പറഞ്ഞു. നമ്മളെ പഴയ കാലത്ത് എന്താ പറയാ, പഴയ കാലത്ത് പള്ളിയിലും മദ്രസന്ന് ഉസ്താദ് ഉണ്ടാവും. പെരുന്നാളിന്റെ കൂട്ടനേരത്ത് എന്താ പറഞ്ഞാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറ ബീവിനെ കൊണ്ടാക്കിയതും അല്ലേ, കുട്ടീനോടെ കെടുത്തി പോകുന്നതും, എന്നിട്ട് പോന്നിട്ട് ആ കുട്ടീനെ പാടും. അതൊക്കെ ശരിക്ക് നമുക്ക് ആ ചെറു പ്രായത്തിൽ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ മനസ്സ് കൊണ്ടുവരാൻ കഴിഞ്ഞു അല്ലേ? പാറകളും പർവ്വതങ്ങളൊക്കെ അധികം ഉസ്താദിന്റെ അവതരണങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കല്ലൊക്കെ ഇങ്ങനെ പൊന്തിക്കണ ഒരു മണ്ണൊക്കെ ഇങ്ങനെ ഇടയിലില്ലാത്ത സ്ഥലങ്ങള് കല്ലുമൊക്കെ തട്ടി ഇങ്ങനെ അമ്മ വീകാൻ പോണ്, അങ്ങോട്ട് പാഞ്ഞു കയറുന്നു, ഓരോരുത്തർക്ക് നോക്കണ്, ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടു. അങ്ങനെ 5-6 വട്ടം പാഞ്ഞപ്പോ ആ കുറച്ച് നേരുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കിടത്തിയ കുട്ടി ഇങ്ങനെ പടിഞ്ഞാണ്ട് കാര്യം അതിന്റെ കാലടിച്ചിട്ടാണ് വെള്ളം പൊട്ടി. നമ്മൾ അങ്ങനെ പഠിച്ചു. ആയിക്കോട്ടെ, എന്റെ അഭിപ്രായം ഇല്ലേ? ഇന്നിപ്പോ പറഞ്ഞു കൊടുക്കണം. ഇന്ന് ഏത് മദ്രസയിലാണ് പറഞ്ഞു കൊടുക്കണേ? ഏത് സ്കൂളിലാണ് പറഞ്ഞു കൊടുക്കാം? നിങ്ങൾ വേറെ പയർന്നേം പറയാ. അപ്പൊ ചരിത്രം മരിച്ചു പോവാൻ പാടില്ല. ചരിത്രം മനുഷ്യനെന്താവും വല്ലാതെ ചിന്തിപ്പിച്ചാളുന്ന. അപ്പൊ നമ്മൾ ഈ സമയത്ത് അയവിറക്കേണ്ട പ്രധാനമായ ഒന്നാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം. ഏതായാലും അതുബന്ധമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങള് വിശുദ്ധ ഖുർആൻ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ അല്ലേ? അതിനെ നമ്മൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് തന്നു എന്ന് മാത്രല്ല, ശേഷം നിങ്ങൾക്ക് അതൊരു മാർഗമായിട്ട് നിലക്കുകയും ചെയ്തിട്ടുണ്ട്, ഒരു ചര്യയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ചര്യ തന്നെയാണ് നടക്കണേ. നമ്മളിപ്പോ ഇന്ന് പിന്നെ എല്ലാവരും ചോദിക്കുകയാണ്, ഉളുവെത്തിപ്പാണ് മൊത്തത്തിലാണ് കൊടുത്താൽ പോരെ, കർമ്മം ചെയ്യണമെന്നോ അത് ഇന്ന ആളെ അനുസ്മരിച്ച് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. അപ്പൊ അതിൽ കുറേ സുന്നത്ത് നമ്മൾ അതൊക്കെ ഒന്ന് ഹയാത്താക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മൾ അതൊക്കെ ഒന്ന് ഹയാത്താക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഒന്നിന്റെ ആ രാത്രി മുതൽ നോമ്പ് നോൽക്കാൻ പറ്റണവരുണ്ടെങ്കിൽ നോമ്പ് നോൽക്കാവുന്നതാണ്. 9 ദിവസവും നോമ്പ് നോൽക്കാം. ഇനി അത് ഇല്ല, ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ രാത്രികളിലൊക്കെ വൽഫജ്ർ സൂറത്ത് ഓതുക. വൽഫജ്രി വലയാലിൻ നശ്ർ എന്ന സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. ആ 10 ദിവസത്തിൽ വലിയ പുണ്യകർമ്മങ്ങൾക്കൊക്കെ പുണ്യമുണ്ട്. നല്ല ദിവസങ്ങളാണ്, പുണ്യുണ്ട്. അങ്ങനെയുണ്ട്. നമുക്ക് ചില ധാരണകളാണ്. ഓരോ 10 കല്യാണം നിശ്ചയിക്കാൻ പാടില്ല അറിയാം. ഭയങ്കര മോശപ്പെട്ട സമയമാണ്. മോശപ്പെട്ടല്ല, പഴയ കാലത്ത് നോമ്പ് പറ്റിയെന്നാണ്. അപ്പൊ അതുകൊണ്ട് എന്താവും, നോമ്പിനെ തടസ്സം വരും മാറ്റി വെച്ചിരുന്നാണ്. സംഗതി നല്ല ദിവസങ്ങളാണ്. അപ്പൊ ഈ സമയത്താണ് പിന്നെ പ്രത്യേകിച്ച് തക്ബീറുകളുണ്ട്. തക്ബീറുകൾ പറഞ്ഞാല് മുഖയ്യതായ തക്ബീറിന് മുർസലാ തക്ബീർ. ഞാൻ ഗ്രേസ്വാലി അടുത്ത വെള്ളിയാഴ്ച അറിയാൻ വിചാരിച്ചാണ്, അല്ലെങ്കിൽ ആൾക്കാരെ വിട്ടുപോയിച്ചിട്ട് ഒക്കെ കൂടി പറയാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ മുഖയ്യതായ തക്ബീറുകൾ വരുന്നതിന് മുമ്പ് ഈ 10 ദിവസങ്ങളിൽ അഥവാ ദുൽഹിജ്ജ 1 മുതൽ 10 കൂടിയ ദിവസങ്ങളിൽ മൃഗങ്ങളെ കാണുക, ശബ്ദം കേൾക്കുക. ഈ സമയത്തൊക്കെ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ഇതൊക്കെ മരിച്ചുകൊണ്ടിരിക്കണം ഈ സുന്നത്തുകളൊക്കെ. നമ്മളോട് പതിവാക്കാനെ 4 ആൾ കേട്ടോട്ടെ, കേൾക്കാൻ വേണ്ടി ചെല്ലണ്ട. അപ്പൊ പിന്നെ കൂലി പോകും. നമ്മളല്ല, കേട്ട് പോലും പകർത്തി അതിന് കൂലിക്ക് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ വലിയ സുന്നത്ത് കിടക്കുന്ന ആളാണെന്ന് ആൾക്കാരെ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. അതായത് വാപ്പ അല്ലെങ്കിൽ അധ്യാപകരൊക്കെ തൻ്റെ ശിഷ്യന്മാരെയും മക്കളുടെയും മുമ്പിൽ അമലുകൾ ചെയ്യുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കാനാണെങ്കിൽ ദിയാ വരൂല എന്നാണ്. കുട്ടികളിങ്ങനെ ഉറക്കത്ത് നീച്ചു നോക്കുമ്പോ ബാപ്പ ഇങ്ങനെ ഇരുട്ടത്ത് നിന്ന് നിസ്കരിക്കും, ചെറിയ ലൈറ്റിൽ നിസ്കരിക്കുന്നുണ്ട്. ഒരു ദിവസം കുട്ടി അങ്ങനെ കണ്ടു, പിന്നെ 1-2 ദിവസമാണ്. കുറച്ച് ദിവസം കണ്ട കുട്ടി എന്ന് പറയും എന്റെ ബാപ്പ രാത്രി നിസ്കരിക്കുന്ന ആളാണ്. മതി, ആ ഒരു തോന്നൽ കുട്ടിക്ക് ഉണ്ടായാൽ മതി. കുറച്ച് കഴിയുമ്പോഴെങ്കിലും ഇതിങ്ങനെ ഉപബോധ മനസ്സെന്ന് വരും, എന്റെ ബാപ്പ പണ്ട് നിസ്കരിച്ചിരുന്നു കേട്ടോ എന്ന് വരും. ഞാനത് ചെയ്യേണ്ടവനാണെന്ന് പിന്നീടാണ് അതിന്റെ ബാക്കി പൂരിപ്പിക്കാനുള്ളത്. അപ്പൊ ആയിക്കോട്ടെ.
അങ്ങനെയാണ്. അപ്പൊ അത് തന്നെയാണ് അതിൽ വഴിയുള്ളത്. അവനാന്റെ പറയുന്നേ അത് സുന്നത്താണ്. പിന്നെ ഉദയത്ത് ഇറക്കണവരാണെങ്കിൽ താടിയും മുടിയൊക്കെ നീക്കാതിരിക്കുക. അപ്പൊ ചൊവ്വാഴ്ചയുടെ മുമ്പ് എന്നൊക്കെ നീക്കലിടയൊക്കെ. പിന്നെന്ത് ചെയ്യാ, ഉദയത്ത് കർമ്മം അറുത്തിട്ട് മതിയെന്നാണ്. നമ്മളിപ്പോ അത് അവിടെ ചിലർ അറിയുമ്പോൾ ചൊറിയാണ്, ആലോചിച്ചൊക്കെയാണ്. ഓരോരുത്തർക്കും ഓരോരോ പറയാനുണ്ടാവും. അങ്ങനെ അള്ളാഹുത്തല ഇങ്ങനെ പരീക്ഷിച്ച് എറിഞ്ഞും ഒക്കെ ഉണ്ടാവും. നമ്മൾ പഠിച്ചോന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണ വെച്ചാൽ നിന്നു കഴിഞ്ഞു. പിന്നെ അതിന്റെ അപ്പുറം ചിന്തിക്കാനില്ല, ഒന്നും ചിന്തിക്കാനില്ല. അപ്പൊ അത്രയും സുന്നത്തുകളൊക്കെ നമ്മളുണ്ടാവണം. പിന്നെ എന്ത് ചെയ്യണം, വരയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിലൊക്കെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് എല്ലാവരും പൊതുയത്തെ കർമ്മം നമ്മൾ അറക്കണം. നമ്മൾ പുരക്കാരനാണെങ്കിൽ കുടുംബത്തെ തൊട്ടാണ് എല്ലാവർക്കും സുന്നത്ത്. അപ്പോ എല്ലാവർക്കും കൂടിയാണ് ഒന്ന് ഇറക്കണം. ആയിക്കോട്ടെ, അതിന്റെ വരാണ്ടായ കാരണം കുട്ടികൾക്കൊക്കെ പറഞ്ഞു. കുട്ടികളുടെ ഓല് പറഞ്ഞോട്ടെ. ഇപ്പൊ പഠിക്കുന്ന കുട്ടികളുടെ ഓലെ കൊണ്ട് പറയിപ്പിക്കണം. ആ ചരിത്രം ഒന്ന് പറയേ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമുക്കറിയണ്ടേ, സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആലോചിച്ച് നോക്കിയാൽ മക്കളില്ലായിട്ടേ ഇത് എന്തിനാണ് ഇതൊക്കെ അയവറക്കണെന്ന് ചോദിച്ചാൽ കുറേ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനുള്ള മാർഗമാണ് അല്ലേ. എത്ര കാലം 120 വയസ്സായിക്കണെന്ന് അഭിപ്രായപ്രകാരം 120, ഒരു അഭിപ്രായം 80 വയസ്സാണ്, മറ്റൊരു 90 വയസ്സ്. 80 വയസ്സാവളം കുട്ടികളുടെ ആയിട്ടില്ല. 120 വയസ്സാണ് ഒരു അഭിപ്രായം. 120 വയസ്സായപ്പോഴാണ് കുട്ടികളുടെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ എന്താ പറയണത് അല്ലേ, എന്തായിരിക്കും സ്ഥിതി? കുട്ടികളുണ്ടാകും കുറച്ച് കാലം വൈകിട്ട് കുട്ടികളുണ്ടാവുമ്പോഴേ അല്ലേ, ചില ആൾക്കാർക്ക് ഗൾഫിക്ക് പോകാൻ കഴിയലില്ല. പിന്നെ എങ്ങനെ ഞാൻ കുട്ടീനെ ഇട്ടാണ് പോവാ, ഞാൻ കിടനെ പോരുകയാണ്. ആ കുട്ടിനെ ആ തള്ളനും ഉമ്മനെയും കൂടി കൊണ്ടാക്കണ അവിടെ കാണിക്കണം. ഒരു വിജനമായ സ്ഥലത്ത് പർശ്വം പറഞ്ഞപ്പോൾ കേട്ടു. അവിടെ കൊണ്ടാക്കിയിട്ട് ഇങ്ങനെ പോരുമ്പോ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ 4 പുറം നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താപ്പ ഈ കാണിക്കണത്, നിങ്ങൾ പോവുകയാണോന്നാ? ഒന്നും മറുപടി ഇല്ല. ഗൾഫ് പോയവർക്ക് വേഗം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഭാര്യ മക്കളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുമ്പോഴേ കുട്ടികൾ ഇപ്പൊ പോവാന്ന് ചോദിച്ചു. പോവാന്ന് പറയാൻ തുറക്കാൻ കഴിയണ്ടതിന് ആദ്യം തുറക്കാൻ കഴിയൂലേ. തുറന്നിട്ട് പറഞ്ഞാ പൊട്ടിപ്പോവേ, ആകെ വിതുമ്പി പോകൂലേ. അപ്പണ്ട് കണ്ണ് തുടച്ചിട്ട് പോകല് പറയാൻ കഴിയാതെ അതേപോലെ തിരിച്ചു പോകണം. അപ്പൊ ഹാജറ പിന്നെയും ചോദിച്ചു, നിങ്ങൾ പോവുകയാണോ, ഇനി കുട്ടിനെ വിട്ടിട്ട് പോവുകയാണോ? ഒന്നും മുണ്ടില്ല പോവാൻ. 3ാമതും ചോദിച്ചു, അപ്പോഴും മുണ്ടണില്ല. 4ാമത് ചോദിച്ചു, അല്ലാഹു അമറക ബിഹാ, പടച്ചോൻ പറഞ്ഞിട്ടാണോ ഇവിടെ കൊടുത്തിട്ട് ഞങ്ങളെ? അപ്പൊ തിരിഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹു അമറനി ബിഹാ, അള്ളാഹു ഇങ്ങനെ കൽപ്പിച്ചു തന്നെയാണ്. അപ്പോ ഹാജിറ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കുണ്ട്. ഇത് ഏത് കോളേജിൽ നിന്ന് പഠിച്ചാന്ന് നമ്മൾ ചോദിക്കേണ്ടിയാണ്. ആ സ്പോട്ടിൽ കൊടുത്തൊരു മറുപടി ഉണ്ട്, ഇതല്ല യുളയ്യാനാണ്. എന്നാ ഞങ്ങൾക്കൊരു പേടിയില്ല. നിങ്ങളെ പെരയിന്ന് പെരക്കാരൊക്കെ വെട്ടാക്കിയിട്ട് പോവാണ്. നിങ്ങൾ പോയ എൻ്റെ അടുത്ത് ആരാന്ന് ചോദിച്ചാണ്. അപ്പൊ എന്താ പറയാ, എന്താ അറിയില്ല, ഞാൻ എന്റെ പെരക്കാരോട് പറഞ്ഞു, എന്നോട് ഉസ്താദ് പറഞ്ഞ എന്താ, ഇങ്ങളെ കുട്ടികൾക്ക് മക്കൾക്ക് ഒന്നും പറ്റൂല. ഞാൻ അതാണ് പറഞ്ഞത്. എന്താ ഈ ചോദിക്കണത്? ഉസ്താദ് പറയണ നിങ്ങൾക്ക് ഒന്നും പറ്റില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ അത്ര പേടിയെന്നാണ്, നിങ്ങൾക്ക് ഒന്നും പറ്റൂല എന്നാണ്. ഞാൻ ഒറ്റക്കാക്കി പോയല്ലേ, ഒരു പ്രശ്നം ഉണ്ടായില്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല. ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. ഉണ്ടാവില്ല എന്നുള്ളവരല്ലേ പറയണത്. അപ്പൊ അറിയാൻ പറ്റുമല്ലാണ് പറയണത്. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത അതാണ്. അത് ആ ഒരു കൂട്ടു ജീവിതത്തിൽ നിന്ന് ഹാജർ റളിയല്ലാഹു അൻഹക്ക് പകർന്നു കിട്ടിയത് തന്നെയാണ്. അങ്ങനെ നമ്മളെന്താവൂല, വഴിയാധാരമാവൂല. അപ്പൊ ചെറിയൊരു പ്രയാസം നമ്മളെ മുമ്പിലോട്ട് വരുമ്പോത്തിന് ആകെ പൊട്ടിച്ചിതറി ചിന്നിച്ചതറി ആകെ സ്വഭാവമൊക്കെ മാറി ഇങ്ങനെ പോകേണ്ട ആവശ്യം എന്താ ഉള്ളത്? ചരിത്രം നമ്മളെങ്ങനെ സൂചിപ്പിക്കണേ. എന്നിട്ടൊരു സംരക്ഷണം ഉണ്ടായിട്ടില്ലേ? അവിടെ പറവകൾ ഉണ്ടായിട്ടില്ല. പറവകൾ, പക്ഷികൾ പറക്കണമെങ്കിൽ എന്ത് വേണമെന്നാണ്? ജനവാസ കേന്ദ്രമാവണം. ജനവാസ കേന്ദ്രമാവണി വെള്ളമുള്ളോടാവണം എന്നാണ്.
ജനവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. വെള്ളമുള്ളടത്ത് മാത്രമേ അന്ന് ആ മക്കാമുക്കറമക്ക് ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് പക്ഷികൾ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്. വട്ടിട്ട് പറക്കാൻ പക്ഷികളില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും യാത്രക്കാർ പോണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് സഫാ കുന്നിലേക്ക് കയറി നോക്കിയത്. ആ ഭാഗത്ത് കാണുന്ന മറുവ കുന്നിന്റെ മുകൾക്ക് കയറി നോക്കിയത്. അങ്ങനെയാണല്ലോ, ഭൂമിയുടെ സെൻട്രലിലാണല്ലോ അല്ലെ, സെൻട്രലിലാണല്ലോ എന്തുള്ളത്, പരിശുദ്ധ കഅബാലയമുള്ളത്. ഇന്നവ്വല ബൈത്തി മുദിയ ലിന്നാസി ലല്ലദീ ബിബക്ക മുബാറകം വഹുദൽ ലിൽ ആലമീൻ എന്നാണ്. ഈ ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞ വിശദീകരണം വന്നത്. ആയിക്കോട്ടെ, അപ്പൊ ആ ഭൂമിയുടെ സെന്ററിലുള്ള ഗേഹമാണ്. ആ ഗേഹം ഉണ്ടായിരുന്നു മുമ്പ്. ആ മണ്ണടിഞ്ഞു പോയതാണ്. ഇനി അത് പുനർജീവിപ്പിക്കപ്പെടാനുള്ള മാർഗം ഉണ്ടാക്കിയതാണ്. അപ്പൊ അന്ന് ആ കുട്ടീനെ ഉമ്മനെ അവിടെ കൊടുന്നാക്കി പോകുമ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു പറച്ചില്, നമ്മളൊക്കെ പെരീന്ന് പോകുമ്പോ പറയേണ്ടത്, നമ്മൾ പെരീന്ന് ഒരു ആവശ്യത്തിന് പോവുകയാണ്, ഗൾഫിലേക്ക് പോവുകയാണ്, പഠിച്ചോനെ എന്റെ കുട്ടികളെ ഉമ്മാനും മക്കളൊക്കെ ഞാൻ ഇവിടെ ആക്കുന്നുണ്ട്, ഇജ്ജ് നോക്കണം കേട്ടോ, അവർക്ക് വേണ്ട സഹായം ചെയ്യ ആളുകൾ എത്തിച്ചു കൊടുക്കണം കേട്ടോ, എന്റെ കുട്ടികളെ എന്റെ അമ്മയും ഒരിക്കലും ഒരു നേരം ബുദ്ധിമുട്ടരുത് കേട്ടോ, അന്നെ ഏൽപ്പിച്ചിക്കണമെന്ന് പറയാൻ നമുക്ക് കഴിയണ്ടേ? ഇബ്രാഹിം നബി അലൈഹി എന്താ പറഞ്ഞത്? ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة واجعل أفئدة من الناس تهوي إليه. ഇവിടെ കൃഷിയോഗ്യമല്ലാത്തൊരു പ്രദേശത്ത് എന്റെ മക്കളെയും പെണ്ണിനെയും ഞമ്മടെ കൊടുന്നാക്കിയിട്ടുണ്ട്. പഠിച്ചോനെ, ഈ പുണ്യഗേഹം കാത്ത് സംരക്ഷിക്കാൻ, അത് ഉണ്ടാക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് വജല്ലഫിദത്തമ്മനാസിതവിയിലെയും ജനങ്ങളെ മനസ്സ് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണേന്ന്. എത്ര ലക്ഷം ആളുകളാന്നുണ്ടാല് ഒന്ന് പറയും കൂട്ടരെ, 40 ലക്ഷം, 30 ലക്ഷം, 20 ലക്ഷം, ഏറ്റവും കുറഞ്ഞ കൊറോണ സമയത്ത് 10 ലക്ഷം. നമ്മളൊക്കെ പോയെന്ന് 10 ലക്ഷം ആളുകളുണ്ട്. മിനിമം 10 ലക്ഷം. ഇപ്പൊ അവരുടെ കൺട്രോൾ കൊണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഔദ്യോഗികമായ 30 ലക്ഷമുള്ള സമയത്ത് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത്, ഉസ്താദെ സമാനമായൊരു 30 കൂടി അവിടെ ഉണ്ടാവുന്നു. അതായത് തസ്രീ അടിച്ചു വന്ന 30ഉം അല്ലാതെ വരുന്ന അത്രയും കൂടി ഉണ്ടാവുന്നു. അതിൽ വിഷയമല്ലായിരുന്നു. ഇതൊക്കെ അങ്ങോട്ട് എത്തിയില്ലേ? ആർക്കവിടെ പോകാൻ പോതില്ലാത്ത ഒരാള്, പോകാൻ പോതില്ലാത്ത ഒരാള് നമ്മളെ മറ്റേ മാഷിക്കേറ്റുണ്ടാവും, ഞാൻ പോണില്ല പഠിച്ചോമ്പടണ്ടായിരുന്നല്ലോ എന്ന് പറയും അയാളെ. നമ്മളെ കൂട്ടത്തിലല്ലല്ലോ. ആലോചിക്കണേ, ഇതന്നെ മനുഷ്യന്റെ മനസ്സങ്ങട്ടായി. നമ്മളും പഠിച്ചോണെന്ന് പറഞ്ഞു നോക്കിക്കണം. പഠിച്ചോനെ ഞാൻ അങ്ങനെ പോവുകയാണ്, ഇനി കാര്യത്തിനാണ് പോണേ, ഇതൊക്കെ നോക്കണം കേട്ടോ, വേണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് പോകുമ്പോൾ ഇന്നതൊക്കെ ഉണ്ടാവണം കേട്ടോ. നമ്മളൊന്ന് തുറന്ന് പറയാൻ ശ്രമിക്കണം എന്നാ. അപ്പൊ ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ അയവിറക്കിക്കൊണ്ട് തന്നെ പോകണം. ഞാൻ സമയം വൈകുന്നതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സുന്നത്തുകളൊക്കെ ഉണ്ടായിരിക്കണം. നമുക്ക് എടുക്കാൻ സമയം കുറച്ചെടുക്കണം വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും, പെരുന്നാൾ, പിന്നെ ഡ്രസ്സും കാര്യമൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളെ മക്കളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. കർക്കശമായിട്ടല്ല കേട്ടോ, കർക്കശമായിട്ടല്ല. നമ്മൾ അങ്ങനെ തന്നെ ഉപ്പാന്റെ കുട്ടി എന്ന് തന്നെ പറയാൻ പറ്റും. നമ്മൾ മോളെയാണ് ഓമനപ്പേര് തന്നെ വിളിക്കാവും. എപ്പോഴെങ്കിലും ഉപ്പ ഓമനപ്പേരിൽ നിന്ന് വിട്ട് വിളിക്കണുണ്ടോ എന്നാ കുട്ടിക്ക് മനസ്സിലാവണം എൻ്റെ ഉപ്പാന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യണം? അതിലെന്നെ വാർക്കണം. അങ്ങനെ പത്തിരിച്ചട്ടിയുടെ ഇതിലുണ്ടാക്കിയിട്ട് പിന്നെ അത് കുണ്ടൻചട്ടി ആവൂലല്ലോ, ആവൂലല്ലോ. മനസ്സിലായില്ല? മൺപാത്രം ഉണ്ടാക്കണവന് പത്തിരിച്ചട്ടിക്കുള്ള പിടുത്തം പിടിച്ച മണ്ണ് കൊണ്ടങ്ങനെ ചട്ടി ഉണ്ടാവൂല, അത് ഉറപ്പാണ്. കൂജ ഉണ്ടാക്കാനുള്ള പിടുത്തം പിടിച്ച അയക്ക് ഉണ്ടാവില്ല, ചാട്ടിച്ചട്ടിയായി മാറൂല. അപ്പൊ നമ്മളെ മക്കളെ നമ്മൾ തന്നെയാണ് ശരിയാക്കേണ്ടത്. അവർക്ക് എപ്പോഴും കൊടുക്കണം. പിന്നെ കുട്ടികളൊക്കെ വളർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. ഉസ്താദേ ഹാപ്പിലാവുന്ന വേണ്ടിട്ട് കൊറേ ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്താ പറയുക, ഉസ്താദേ ഓ അതൊന്നും പറഞ്ഞിട്ട് കേൾക്കണില്ല, ഓ മറ്റോന്റെ ഒപ്പം പോയി. നമ്മൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഹാപ്പിലാണ്, വലിയ മൂല്യരാവും അങ്ങനെ പറയണേ. വലിയ മൂല്യരാണ് കാരണം വെന്നാളായിരിക്കും, അങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മളെ പരമ്പരാഗതമായൊരു ജോലി ഉണ്ടാവില്ല, അതിക്കൊക്കെ എന്തായാലും പറയാതൊരു വാഞ്ച കുട്ടികൾക്ക് ഉണ്ടാവും, സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ബാപ്പന്മാരിൽ നിന്ന് മേലിൽ നിന്ന് കിട്ടുന്നതായൊരു വാഞ്ച ഉണ്ടാവും.
അപ്പൊ വാപ്പ കർഷകനാണെങ്കിൽ വല്യാപ്പ കർഷകൻ, വാപ്പ കർഷകനായിക്കോളെ വല്യാപ്പ കർഷകനാണെങ്കിലും കുട്ടികൾക്ക് കൃഷിയോടൊരു ആർത്തി ഉണ്ടാവും. ആയിക്കോട്ടെ, നിലനിന്നോട്ടെ. അതൊക്കെ നിർമ്മാണങ്ങളാണല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ ചരിത്രങ്ങളൊക്കെ പരമാവധി സമയത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഡ്രസ്സും കാര്യങ്ങളും നമ്മൾ മാത്രമല്ല നമ്മളെ കുടുംബത്തിലും ബന്ധപ്പെട്ടവരോടൊക്കെ പറയുക. പിന്നെ നാട്ടിലടക്കണ ഉളുഹിയത്ത് കർമ്മം കാര്യത്തിലൊക്കെ സജീവമായിട്ട് നമ്മളെ പങ്കാളിത്തം ഉണ്ടാവണം. നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം ആ സമയത്തൊക്കെ. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള തക്ബീറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുർസലായ തക്ബീറും മുഖയ്യദായ തക്ബീറും രണ്ടും ഉണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞ മൃഗങ്ങളെ കാണുക, ശബ്ദം കേൾക്കുക, ഈ സമയത്ത് അല്ലാഹു അക്ബർ എന്ന് മാത്രം തക്ബീർ ചൊല്ലാനാണ്. പിന്നെ ഇനി അതിൽ മുർസലും മുഖയ്യദും ഉണ്ട്. അഥവാ പിന്നെ അറഫാ ദിവസത്തെ സുബ്ഹി മുതൽക്ക് 4-ാം പെരുന്നാൾ അസ്ർ വരെയുള്ള ഓരോ ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങൾക്ക് ശേഷം, മയ്യിത്ത് നിസ്കാരം ഉൾപ്പെടെയുള്ള നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. മുർസലായ തക്ബീർ തന്നെ പെരുന്നാളിന്റെ തലേ ദിവസം ദുൽഹിജ്ജ 9 സൂര്യാസ്തമനം മുതൽക്ക് നിസ്കാരം നടക്കണേ വരെ. പിന്നെ സ്ത്രീകളോടൊക്കെ നിസ്കരിക്കാൻ പറയണം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പെരുന്നാളിന് കുളിക്കാൻ ഞാൻ അടുത്ത ആഴ്ച കൊടുത്ത് പറയാൻ സമയങ്ങളുണ്ടല്ലോ. അപ്പൊ പെരുന്നാളിന്റെ കുളി പാതിരാവ് മുതൽ കുളിക്കാന്ന്. ജുമുഅന്റെ കുളി സുബൈന്റെ ശേഷം കുളിക്കാൻ പറ്റും. ജുമുഅക്ക് കുളിക്കൽ സുന്നത്തുണ്ട്, നിർബന്ധമാണെന്നൊരു അഭിപ്രായം ഉണ്ടല്ലോ. അപ്പൊ സുബൈന്റെ ശേഷം പറ്റുള്ളൂ. എന്നാ പെരുന്നാൾ കുളി അങ്ങനെയല്ല, പാതിരാവ് മുതൽ കുളിക്കാൻ തുടങ്ങാം. അപ്പോ പെരുന്നാളിന്റെ നിയ്യത്ത് വെച്ച് കുളിക്കുക. ഈ കുളി നിസ്കരിക്കാൻ കഴിയാത്ത സ്ത്രീ ആണെങ്കിൽ നിഫാസോ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഉള്ള പെണ്ണാണെന്ന് വെക്കുന്ന ഓൾക്ക് പോലും കുളിക്കൽ സുന്നത്തുണ്ട്. കാരണം പെരുന്നാളിനെ മാനിച്ചുകൊണ്ടാണ് എന്നാണ്. അപ്പൊ അതൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസുഖങ്ങളൊക്കെ അല്ലാഹു പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്ത്